إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ജാഗ്രത എന്നും എപ്പോഴുമുള്ള ശ്രദ്ധ വെച്ചു പുലർത്തണമെന്ന് ഉണർത്തുകയാണ്. നമുക്ക് മുമ്പ് ഒരുപാട് മനുഷ്യന്മാർ ഈ ഭൂലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊരു പച്ച യാഥാർത്ഥ്യമാണ്. അവിടെയൊക്കെയും അല്ലെങ്കിൽ അവർക്കിടയിലും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരുടെ കാലഘട്ടം നോക്കിയാൽ മര്യാദയ്ക്ക് ഇന്ന് കാണുന്ന വീടുകളുടെ ഒരവസ്ഥയും ഉണ്ടായിരുന്നില്ല. പാറ തുറന്ന് വീട്ടിൽ കൂടിയ അല്ലെങ്കിൽ ആ രൂപത്തിൽ താമസിച്ച ആൾക്കാരുണ്ട്. പച്ചിലകൾക്കിടയിലും അതുപോലെ തന്നെ മരങ്ങൾക്കിടയിലുമൊക്കെ താമസിച്ചവരുണ്ട്. ഇന്ന് കാണുന്ന ആരോഗ്യരംഗത്ത് ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല. വാഹനങ്ങളുടെ ഇന്ന് ഓർക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നില്ല. മൃഗങ്ങൾക്ക് മേലേക്ക് കയറിയായിരുന്നു അവരൊക്കെ യാത്ര ചെയ്തിരുന്നത്. ആരോഗ്യരംഗത്ത് വളരെ ശുഷ്കമായിരുന്നു. ഇന്നുള്ള ഒരു സംവിധാനം, ആശുപത്രികളോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. മരുഭൂമികളിലൊക്കെ താമസിച്ചിരുന്നവർ അവർ യഥാർത്ഥത്തിൽ വെള്ളത്തിന് പോലും, വെള്ളം ലഭിക്കാൻ വേണ്ടി പോലും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. അവർക്കിടയിലാണ് പ്രവാചകന്മാർ വന്നത്. യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ ചെയ്ത ദൗത്യം എന്തായിരുന്നു? അവർ ചെയ്ത പ്രബോധന മേഖലയുടെ ജോലി എന്തായിരുന്നു? പല പ്രശ്നങ്ങളുണ്ടായിരുന്നു സമൂഹത്തിൽ. അക്രമങ്ങൾ ഉണ്ടായിരുന്നു. കൊടുംപാതികളായ അക്രമികളായ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. അവിടെയാണ് പ്രവാചകന്മാർ ഇങ്ങനെ കടന്നു വരുന്നത്. എന്തായിരുന്നു അവർ ചെയ്തിരുന്നത്? അവരുടെ ഡ്യൂട്ടി എന്തായിരുന്നു? നമുക്കറിയാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഖാല റബ്ബി ഇന്നി ദഅഅതു ഖൗമി ലൈലൻ വനഹാറ. അല്ലാഹുവേ, ഞാൻ രാവും പകലും നിരന്തരം അല്ലാഹുവിലേക്ക് ഞാൻ ക്ഷണിച്ചു, നിന്റെ ദീൻ പ്രബോധനം ചെയ്തു. ഫലം യസീദുഹും ദുആഇ ഇല്ലാ ഫിറാറ. ഞാൻ എത്രമാത്രം അവരോട് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. ആ പറഞ്ഞു നോക്കുന്നത് എത്ര ഞാൻ അധികരിക്കുന്നുണ്ടോ അത്രമാത്രം അവർ എന്നിൽ നിന്ന് ഓടിപ്പോവുക മാത്രമാണ് ചെയ്തത്. ഞാൻ എത്രമാത്രം അവരോട് പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി നിന്റെ ദഅവത്ത്, ഞാൻ പറയുന്ന ഈ ദീനുണ്ടല്ലോ, അത് അവർ സ്വീകരിച്ച് നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ നിരന്തരം ക്ഷണിച്ചപ്പോഴും അവരെന്താണ് ചെയ്തത്? അവരുടെ കൈകൾ അവരുടെ ചുവട്ടിനെ വിലപിച്ചു.
അവരുടെ ഡ്രസ്സ് ഇങ്ങനെ മൂടിക്കളഞ്ഞു. നീ ഒന്നും എന്നോട് പറയണ്ട, ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല, ഞങ്ങൾ പോയേ. അവർ ഷടിച്ചു നിന്നു, അവർ അങ്ങേയറ്റത്തെ അഹങ്കാരികളായി മാറിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഉറക്കെ വിളിച്ചു, ഞാൻ പരസ്യമായി വിളിച്ചു, ഞാൻ അവരെ രഹസ്യമായി വിളിച്ചു. രഹസ്യമായി കാണേണ്ടവരൊക്കെ ഞാൻ കണ്ടു, ദീനീ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. പക്ഷെ എന്താണ്, അവരാരും സ്വീകരിച്ചില്ല. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. قال نوح ربي إنهم عصوني واتبعوا من لم يزده ماله وولده إلا خسارة. അല്ലാഹുവേ, അവർ എന്നോട് അനുസരണക്കേട് കാണിച്ചു, അവർ ഒരു ഭാഗത്തെ പിന്തുടർന്നു. ഏതാണത്? അവർ സമ്പത്തിനെ ഇഷ്ടപ്പെട്ടു, അവരുടെ മക്കളെ ഇഷ്ടപ്പെട്ടു, ദുനിയാവിയായ എല്ലാ കാര്യങ്ങളെയും അവരുടെ പിന്നാലെ പോയി. അവർക്ക് നഷ്ടം മാത്രമാണ് വർദ്ധിപ്പിച്ചത്. ഞാൻ അവരെ നിരന്തരം ക്ഷണിച്ചു. അവർക്കിടയിലുള്ള നേതാക്കാർ വലിയ കുതന്ത്രം പ്രയോഗിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ വെടിയരുത്. ഈ നൂഹ് പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കണ്ട. നിങ്ങളുടെ ഇലാഹുകളായ വദ്ദിനെയും സ്വാനെയും യഗൂസിനെയും യഊക്കിനെയും നസിറിനെയും അതൊന്നും നിങ്ങൾ ഉപേക്ഷിക്കരുത്. അങ്ങനെ അവർ വളരെയധികം ആളെ വഴിപിടിപ്പിക്കുകയുണ്ടായി. അവരുടെ നേതാക്കന്മാർ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരന്തരം ക്ഷണിച്ചു, അതുവരെ സ്വീകരിച്ചില്ല. അവസാനം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, വലാ തജിദിൽ ളാലിമീന ഇല്ലാ ളലാല. ഈ അക്രമികൾക്ക് വഴിപിഴവല്ലാതെ മറ്റൊന്നും നീ വർദ്ധിപ്പിക്കരുതേ. അദ്ദേഹത്തിന് ക്ഷമ അങ്ങേറ്റമായിരുന്നു. അപ്പൊ അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ നീ വഴിപിഴവല്ലാതെ മറ്റൊന്നും നീ അവർക്ക് വർദ്ധിപ്പിക്കല്ലേ. അപ്പൊ അല്ലാഹുവിന്റെ ഇടപെടലുണ്ടായി. അവരുടെ പാപങ്ങൾ നിമിത്തം അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു, അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സഹോദരന്മാരെ, 950 കൊല്ലത്തെ വിശുദ്ധമായ നിറഞ്ഞു നിൽക്കുന്ന, അതുപോലെ തന്നെ ബഹുമാന്യ പ്രബോധക ജീവിതം നയിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിരുന്ന മഹാനായ പ്രവാചകൻ, ആ പ്രവാചകന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ രീതിയിൽ ഉണ്ടായിരുന്ന പ്രബോധനം എന്തായിരുന്നു? അദ്ദേഹം തൗഹീദിലേക്ക് ക്ഷണിച്ചു, ശിർക്കിനെതിരെ നിരന്തരം ക്ഷണിച്ചു, ഗൗരവപരമായി ക്ഷണിച്ചു, നിരന്തരമായ ത്യാഗം സഹിച്ചു. സാധ്യമാകുന്ന ഏത് മാർഗവും അദ്ദേഹം ഉപയോഗിക്കാതിരുന്നിട്ടില്ല. മെല്ലെ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, പ്രലോഭനത്തോടെ പറഞ്ഞു, നരകത്തെക്കുറിച്ച് ഭയപ്പെടുത്തൽ നടത്തി, വാഗ്ദാനം നടത്തി, താക്കീത് നൽകി. സമർത്ഥവും ബുദ്ധിയുടെയും പഞ്ചേന്ദ്രിയങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള തെളിവ് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രബോധന ശൈലി പോലും അദ്ദേഹം സ്വീകരിച്ചു. 950 കൊല്ലം ഇതേ ശൈലി തന്നെ തുടരാൻ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ അനുഗ്രഹിച്ചത്. ദീർഘമായ കാലം മടിയില്ലാതെ, മടുപ്പ് കൂടാതെ തൗഹീദിലേക്ക് ക്ഷണിക്കുക. എന്തിനെ ഇത്രയും വമ്പിച്ച ത്യാഗം അനുഷ്ഠിച്ചു? എന്തുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തിനെ വളരെ മധുരതരമായി അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു? അദ്ദേഹത്തിന്റെ സൽകീർത്തി എന്നേക്കും ഖിയാമത്ത് നാൾ വരെ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി? മനക്കരുത്തുള്ള 5 പ്രവാചകന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത്? ഒന്നുറപ്പാണ്, ഇതിനേക്കാൾ നല്ലൊരു ശൈലി ഉണ്ടായിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രിയപ്പെട്ട പ്രവാചകന്മാർക്കായി അത് തിരഞ്ഞെടുക്കുകയും മറ്റുള്ളത് ഒഴിവാക്കുകയും ചെയ്യുമായിരുന്നു. അതിനാൽ അള്ളാഹുവിനാൽ ഈ ശൈലി ഒഴിവാക്കുക എന്നത്, അള്ളാഹുവിനാൽ അവതീർണമായ തൗഹീദിന്റെ പ്രബോധന ശൈലി അത് ഒഴിവാക്കുക എന്നത് അത് വിശ്വാസികൾക്ക് യോജിച്ചതാണോ? മറ്റൊന്ന് സ്വീകരിച്ച് അതിമഹത്തായ അള്ളാഹു എന്നുള്ളൊരു ശൈലിയെയും ആ ശൈലിയെ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുക എന്നത് അത് വിശ്വാസികൾക്ക് യോജിക്കുമോ? രണ്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ പ്രബോധന മേഖലയിലാണെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ പറയേണ്ടത് അത് ദഅവത്താണ്. ആരിലേക്കുള്ള ദഅവത്ത്? അള്ളാഹുവിലേക്കുള്ള ദഅവത്ത്. ഇപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാന്യനായ പ്രവാചകനാണ്. ആ മാന്യ ജീവിതം പറഞ്ഞു തന്ന ഒരു സൂറത്ത് തന്നെയുണ്ട്, സൂറത്ത് യൂസുഫ്. ഫറോവാന്റെ കോട്ടകളിലും വലിയ അതിക്രമങ്ങൾ ഉണ്ടായിരുന്നു, കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ജീവിക്കുന്ന സമൂഹത്തിന്റെ വിശ്വാസമാകട്ടെ അതാകട്ടെ അങ്ങേയറ്റത്തെ കുഴപ്പം. ബിംബപൂജ ഉണ്ട്, കല്ലുനെയും പശുവിനെയും ആരാധിക്കുന്ന ആരാധ്യന്മാരുണ്ട്.
ഇത് രണ്ടും അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. ഒന്ന് ഭരണാധികാരിയുടെ അക്രമകരമായ ഭരണാധികാരം, അത് ശക്തമായി അയാൾ പ്രയോഗിക്കുന്നു. രണ്ട്, ജീവിക്കുന്ന സമൂഹത്തിലാകട്ടെ തികച്ച അന്ധവിശ്വാസം, ബിംബാരാധന, ബിംബപൂജ ആരാധിക്കുന്ന, അതുപോലെ തന്നെ പശുവിനെയും മറ്റും കല്ലിനൊക്കെ ആരാധിക്കുന്ന ആരാധനമാണ്. രണ്ടും ആ മഹാനായ പ്രവാചകന്റെ മുന്നിലുണ്ട്. എന്നിട്ട് പോലും അകാരണമായി അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചടച്ചു. അവിടെ വെച്ചിട്ട് പോലും അദ്ദേഹം സംസാരിക്കുന്ന സംസാരം തരും. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യാ സാഹിബി സിജ്നി അഅർബാബുൻ മുതഫർരിഖൂന ഖൈറും അബില്ലാഹിൽ വാഹിദുൽ ഖഹാർ. ജയിലിലെ രണ്ട് സുഹൃത്തുക്കളെ, വ്യത്യസ്ത രക്ഷാധികാരികളാണോ നിങ്ങൾക്ക് ഉത്തമം, അതല്ല ഏകനും സർവാധികാരിയുമായ അള്ളാഹു ആണോ ഉത്തമം? ജയിലിൽ പിടിച്ചടക്കേ. അപ്പൊ അടച്ചപ്പോ കൂട്ടുകാരുണ്ട്, ജയിൽ പുള്ളികളുണ്ട്. ആ പുള്ളികളോട് സാധാരണഗതിയിൽ എന്താ പറയാ? ഈ ഭരണാധികാരി ശരിയില്ല, ഇയാളുടെ പോലീസ് ശരിയില്ല, എല്ലാവരെയും കൊല്ലുകയെന്ന് ആക്രമിക്കുകയാണ്. അങ്ങനെയാണ് സാധാരണഗതിയിൽ ആരും പറഞ്ഞേക്കുക. പക്ഷെ യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ജയിലിൽ എൻ്റെ സുഹൃത്തുക്കളെ, വ്യത്യസ്തരായ രക്ഷാധികാരികളാണോ ദൈവങ്ങളാണോ ഉത്തമം, അതല്ല ഏകനും സർവാധികാരിയുമായ അള്ളാഹു ആണോ ഉത്തമം? ഒരുപാട് ദൈവങ്ങളുണ്ട്, ഒരുപാട് ദൈവങ്ങൾ, പല പേരുകളിൽ പല നാമങ്ങളിൽ അറിയപ്പെടുന്ന ദൈവങ്ങൾ. അതാണോ ഉത്തമം, അതല്ല ഏകനായ അല്ലാഹു ആണ് ഉത്തമം? ഇതിന് അദ്ദേഹം ചോദിക്കുന്നു, മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅൻ സമ്മൈതുമുഹ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഇട്ട നാമമല്ലാതെ വേറെ നാമൊന്നുമല്ലത്. കുറേ നാമങ്ങളുണ്ട്. കോവിലമ്മ, അക്കാവിലമ്മ, ത്രേസ്യാമ്മ, ഉൾപ്പാട്ടപ്പ, നാഗൂർ, അജ്മീർ, ഏർവാടി, തോവിലക്കന്മാർ, മംഗലാപുരശേഖ്, മാനന്തവിളി തങ്ങൾ, അതുപോലെ തന്നെ ഉള്ളാൾ നങ്കർ, മമ്പളം നങ്കർ, മുനമ്പത്ത് വീമ, മൂന്ന് പെറ്റുമ്മ, ഇങ്ങനെയുള്ള കുറേ നാമങ്ങൾ. ഈ നാമങ്ങളെ അല്ലാതെ മറ്റൊന്നല്ല നിങ്ങൾ ആരാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ഒരു തെളിവും നൽകിയിട്ടില്ല. ഹീനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. വിധികർത്തൃത്വം എന്ന് പറയുന്നത് അല്ലാഹുവിൽ നിന്നാണ്. അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. അവനെ മാത്രമല്ലാതെ ആരാധിക്കാൻ അവൻ കൽപ്പിച്ചിരിക്കുന്നു. ഇബാദത്ത് എന്ന് പറയുന്നത് അവനെ മാത്രമാക്കണം എന്നത് അവന്റെ വിധികർത്തൃത്വമാണ്. ദാലിക ദീനുൽ ഖയ്യിം. അതാണ് ചൊവ്വായ മാർഗം. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. പക്ഷെ ജനങ്ങൾക്ക് ധാരാളം പേർക്ക് അത് അറിയുന്നില്ല. എവിടെ വെച്ചിട്ട് സംസാരിക്കുന്നത്? ജയിലിൽ വെച്ചിട്ട്. സഹോദരന്മാരെ, കൊട്ടാരങ്ങളിലാണ് പ്രവാചകൻ ജീവിച്ചത്. ഭരണത്തിന്റെയും ഭരണാധിപരുടെയും അധർമ്മങ്ങൾ മുഴുവനും നേരിട്ട് കണ്ട പ്രവാചകനാണ്. കുതന്ത്രം, അക്രമം, മർദ്ദനം, ജയിൽ, അവരുടെ മക മുഴുവൻ ദുരിതങ്ങളും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. ഒപ്പം ബിംബങ്ങളെയും പശുക്കളെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുന്ന ജനങ്ങളുടെ ഒരു മേഖല തന്നെ അദ്ദേഹം കാണുന്നുണ്ട്. പരിഷ്കരണം എവിടുന്ന് തുടങ്ങണം? എവിടുന്നാണ് പരിഷ്കരണം തുടങ്ങേണ്ടത്? യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിഷ്കരണം തുടങ്ങിയത് അത് തൗഹീദ് പ്രബോധനം ചെയ്തുകൊണ്ടായിരുന്നു. തൗഹീദ് പ്രബോധനം ചെയ്തുകൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. വിധികർത്തൃത്വം അല്ലാഹുവിനല്ലാതെ വേറൊരാൾക്കുമില്ല. ഈ വാക്ക് ഉപയോഗിച്ചിട്ട് പലരും പലതായ രൂപത്തിൽ പ്രചരണം നടത്തിയിട്ടുണ്ട്. അതിന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. അതാണ് ചൊവ്വായ മാർഗം. അപ്പൊ ഇനിൽ ഹുക്മു ഇല്ലാ ഇല്ലാ എന്ന് പറഞ്ഞാൽ, ഇല്ലാ ലില്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. അതാണ് ദാലിക ദീനുൽ ഖയ്യിം. അതാണ് ചൊവ്വായ മാർഗം എന്നാണ്. സഹോദരന്മാരെ, അദ്ദേഹം രാഷ്ട്രത്തിന്റെ ഉന്നത സ്ഥാനത്തെത്തിയ പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിനെ അന്നത്തെ രാജാവ് വിളിച്ചു കൊണ്ടുവന്നിട്ട് മന്ത്രിസ്ഥാനം കൊടുക്കുന്നുണ്ട്. ആ രാജാവ് വിളിച്ചു പറഞ്ഞ ഖുർആൻ പറയുന്നുണ്ട്, വഖാലൽ മലികു യതൂനി ബിഹി. അദ്ദേഹത്തെ എൻ്റെ അടുത്ത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. അസ്തഖ്ലിസു ലി നഫ്സി. അദ്ദേഹത്തിനെ നാം തെരഞ്ഞെടുത്തിരിക്കുന്നു, ഒരു പ്രത്യേകമായ പദവി നൽകണം. ഫലമ്മാ കല്ലമു ഖാല ഇന്നകൽ യൗമ ലദീന മക്കീനുൻ അമീൻ. അപ്പം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഭരണാധികാരി പറഞ്ഞു, ഇന്നത്തെ ദിവസം നിങ്ങൾ സ്ഥാനമുള്ള ആളാണ്, എൻ്റെ അടുത്ത് പദവിയുള്ള ആളാണ്. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറഞ്ഞ? ഖാല ഇജ്അൽനി അലാ ഖസായിനില്ലാഹ്. ഭൂമിയിലെ ഖജനാവുകളുടെ അധികാരം എന്നെ ഏൽപ്പിക്കണം, എന്നെ ധനകാര്യമന്ത്രിയാക്കണം. ആരോടാ പറയുന്നത്? അമുസ്ലിമായ കൊടുപാതകിയായ ഭരണാധികാരിയോടാണ് പറയുന്നത്. എനിക്ക് താങ്കളുടെ കീഴിൽ ഭരണം ഞാൻ ഏറ്റെടുക്കാം, പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ധനകാര്യ വകുപ്പ് നൽകണം. ഇന്ന ഹഫീദുൻ അലീം. ഞാൻ വിവരമുള്ള സൂക്ഷിപ്പുകാരനാവാം. സഹോദരന്മാരെ ശ്രദ്ധിക്കണം. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് എടുത്ത് പറഞ്ഞൊരു സംഗതി ഉണ്ട്. റബ്ബി ഖദ് ആതീതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫാതിരി സമാവാതി വൽ അർളി അൻത വലിയ ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹിൻ. അദ്ദേഹം പറഞ്ഞു, റബ്ബേ, നീ എനിക്ക് ഭരണാധികാരത്തിൽ നിന്ന് ഒരു അംശം നൽകുകയും
സ്വപ്നവാർത്തയുടെ വ്യാഖ്യാനത്തിൽ നിന്ന് ചിലത് നീ എനിക്ക് പഠിപ്പിച്ച് ചെയ്തു തരികയും തന്നിരിക്കുന്നു. അദ്ദേഹം അത് എടുത്തു പറഞ്ഞു. തഫ്സീറിൽ കാണാം എന്തിനു വേണ്ടിയിട്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അമുസ്ലിമായ കടുത്ത പാതകിയായ ഫറോവിന്റെ കീഴിലുള്ള ഭരണാധികാരം ഏറ്റെടുത്തെന്ന് ചോദിച്ചാൽ അത് നഫുൽ ആമാണ്, പരോപകാരമാണ്. ജനങ്ങൾക്ക് തന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ അത് അദ്ദേഹം ഏറ്റെടുത്തു, അതങ്ങനെ ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ദൗത്യം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം? സൂറത്ത് യൂസുഫിലെ അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ വിവരണം ഫറോവ കുടുംബത്തിലെ ഒരു വിശ്വാസിയുടെ നാവിലൂടെ അള്ളാഹു പകർന്നിരുന്നുണ്ട്. വലഖദ് ജാഅക്കും യൂസുഫു മിൻ ഖബ്ലു ബിൽ ബയ്യിനാത്ത് ഫമാ സിൽതും ഫീ ശക്കി മിമ്മാ ജാഅക്കും ബി ഹത്താ ഇദാ ഹലക ഖുൽതും ലൻ യബഅസല്ലാഹു മിൻ ബഅദിഹി റസൂല കദാലിക യുദില്ലുല്ലാഹു മൻ ഹുവ മുസ്രിഫുൻ മുർതാബ്. വ്യക്തമായ തെളിവും കൊണ്ട് മുമ്പ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളുടെ അടുത്ത് വരികയുണ്ടായി. യൂസുഫ് നിങ്ങളുടെ അടുത്ത് വരികയുണ്ടായി. അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് കൊണ്ടുവന്നതിനെ പറ്റി നിങ്ങൾ സംശയത്തിലായിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിന് ശേഷം ഒരു പ്രവാചകനും നിയോഗിക്കുകയില്ല എന്ന് നിങ്ങൾ പറയുകയുണ്ടായി. സഹോദരന്മാരെ, ഇവിടെ ചിന്തിക്കേണ്ടത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അധികാരസ്ഥനായിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ അദ്ദേഹം ഒരു വിഘ്നവും വരുത്തുകയില്ല. അതെന്താണ്? അത് തൗഹീദ് പ്രബോധനമാണ്. സഹോദരന്മാരെ, എവിടെയാണ് അദ്ദേഹം ഭരണാധികാരം ഏറ്റെടുത്തത്? അമുസ്ലിമായ ഭരണാധികാരിയുടെ കീഴിലാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളീ കഴിവില്ലാത്തത് കൊണ്ട് ചെയ്യാൻ നിർബന്ധിക്കില്ല. അനിസ്ലാമിക ഭരണകൂടത്തിൽ മുസ്ലിമിന് സ്ഥാനം സ്വീകരിക്കാവുന്നതാണ്. ഖിയാമത്ത് നാൾ വരെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. പക്ഷെ നിബന്ധനകളുണ്ട്. നീതി വേണം. അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ടമാർക്കും അനുസരണം അരുത്. അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത കൊണ്ട് വിധിക്കരുത്. യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയാവണം. കാഫിറായ രാജാവിന്റെ കീഴിൽ പ്രതിനിധിയായി അദ്ദേഹം സ്ഥാനമേറ്റു. രാജനിയമം അനുസരിച്ച് അദ്ദേഹം ഭരിച്ചു. ഖുർആൻ പറയുന്നുണ്ട്, മകാന ലിയഖുദ അഖാഹു ഫീ ദീനിൽ മലിക് ഇല്ലാ അൻ യശാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ രാജാവിന്റെ നിയമം അനുസരിച്ച് അദ്ദേഹത്തിന്റെ തന്റെ സഹോദരനെ പിടിച്ചു വെക്കാൻ പറ്റുമായിരുന്നില്ല. രാജാവിന്റെ നിയമം അനുസരിച്ച് തന്റെ സഹോദരനെ പിടിച്ചു വെക്കാൻ വേണ്ടി പറ്റുകയുമായിരുന്നില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം രാജാവിന്റെ നിയമം അനുസരിച്ച് ഭരിച്ചത്. പക്ഷെ എന്താണ്? അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലോ തൗഹീദി പ്രബോധനത്തിലോ ഒരു തടസ്സം നിൽക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ച നൽകിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ആരെയാണ് പിന്തുടരുന്നത്? ഇബ്രാഹിമിന്റെ മില്ലത്തിനെയാണ്, ഇസ്ഹാക്കിന്റെയും യാക്കൂബിന്റെയും മാർഗത്തിനെയാണ്. ഞങ്ങൾ ഒരു തരത്തിലും പങ്കു ചേർക്കുന്ന ആളല്ല. ഞങ്ങൾക്കും മനുഷ്യർക്കും അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽപ്പെട്ടത് എത്രയത് എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ, ഏത് സ്ഥാനം അദ്ദേഹം സ്വീകരിച്ചിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ ഒരു വിഘ്നം അദ്ദേഹം വരുത്തിയില്ല. ഇപ്പൊ മഹാനായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരുടെ പിതാവാണ്. വക്രതയില്ലാത്ത മുവഹ്ഹിദുകളുടെ നായകനാണ്. അള്ളാഹുവിന്റെ കൂട്ടുകാരനാണ്. അന്ത്യദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവിടുത്തെ സച്ചരിതരായ അനുയായികളോടും ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു കൽപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇറക്കിയ ഒട്ടനവധി പോരിഷകളും സ്ഥാനങ്ങളും മേന്മകളും അത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മേളിപ്പിച്ച മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ മേന്മയുടെ ഏറ്റവും മുഖ്യമായ അടിസ്ഥാനം എന്താണ്? അദ്ദേഹം തൗഹീദി പ്രബോധനത്തിൽ നിരന്തനായി ഒരു വിട്ടുവീഴ്ചക്കുന്നില്ല. ഏതെങ്കിലും തരത്തിലെ ഏറ്റക്കുറിച്ചിലുകൾക്ക് ഒരു അവിടെ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ്, എലാസ്റ്റിക് ടൈപ്പ് അദ്ദേഹത്തിന് കാണാൻ വേണ്ടി സാധ്യമല്ല. അതിൽ ഉറച്ചു നിന്നു. പിതാവിനോട് പറയാൻ, താങ്കള് വിക്രത്തെയാണോ ഇലാഹാക്കുന്നത്? ഇനി ഞാൻ കാണുന്നത് താങ്കളെയും താങ്കളുടെ സമുദായത്തെയും ഏറ്റവും വഴികേടിലാണ് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഏറ്റവും ചൊവ്വായ ശൈലി ഏതാണ്? അത് യുക്തി ഉപയോഗിച്ചിട്ട് പ്രബോധനം ചെയ്യാൻ. അതേ, ഒരു നക്ഷത്രം അത് രാത്രി മൂടിയപ്പോൾ നക്ഷത്രത്തെ കണ്ടു. കാല ഹാദാ റബ്ബി, അദ്ദേഹം പറഞ്ഞു ഇതാണ് എന്റെ റബ്ബ്.
അങ്ങനെ ആ നക്ഷത്രം അവിടുന്ന് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്തമിച്ചു പോകുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുകയില്ല. കാരണം അക്കാലത്ത് നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനൊക്കെ ആരാധിച്ചൊരു സമൂഹമാണ്. അവിടെയാണ് നക്ഷത്രത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ റബ്ബാണ്. നക്ഷത്രത്തെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കാണുന്നില്ല. അപ്പം പറഞ്ഞു, ഈ അസ്തമിച്ചു പോകുന്നവനെ ഞാൻ ആരാധിക്കുകയില്ല, അതെന്റെ റബ്ബല്ല. ചന്ദ്രനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതെന്റെ റബ്ബാണ്. പിന്നെ ചന്ദ്രനെ കാണുന്നില്ല കുറേ സമയം കഴിഞ്ഞപ്പോ. അപ്പൊ പറഞ്ഞു, ചന്ദ്രൻ അസ്തമിച്ചു പോയിരിക്കുന്നു, അസ്തമിച്ചു പോകുന്നവൻ എന്റെ റബ്ബല്ല. സൂര്യനെ കണ്ടപ്പോ, ഇതാണ് വലിയത്, ഇതന്നെയാണ് എന്റെ റബ്ബ്, ഇത് തരക്കേടില്ല, ഇതന്നെയാണ് വലുത്, ഇതെന്റെ റബ്ബ് തന്നെയാണെന്ന് പറഞ്ഞു. സൂര്യൻ അസ്തമിച്ചപ്പോ പറഞ്ഞു, അസ്തമിച്ചു പോകുന്നവനെ ഞാൻ ആരാധിക്കുന്നതല്ല, അതെന്റെ റബ്ബല്ല. എന്റെ റബ്ബ് എന്ന് പറഞ്ഞപ്പോൾ അത് സമാവാദ്യമല്ല, ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചവനാണ്, അതാണ് എന്റെ റബ്ബ്. അത് യുക്തി ഉപയോഗിക്കുക. അങ്ങനെ യുക്തിപൂർവം ഇസ്ലാമിക പ്രബോധനത്തിൽ ഏർപ്പെട്ടു മഹാനായ പ്രവാചകൻ. ആ പ്രവാചകനെ പറ്റി ഖുർആൻ പറഞ്ഞു, കിതാബിൽ ഇബ്രാഹിമിനെ പറ്റി നീ പറഞ്ഞു കൊടുക്കുക. അദ്ദേഹം വളരെ വിശ്വസ്തനായ സത്യസന്ധനായ പ്രവാചകനായിരുന്നു. അദ്ദേഹം നിരന്തരം പ്രബോധനം ചെയ്തു. ഇത് എന്റെ പിതാവേ, ഒരു ഉപകാരം ചെയ്യാത്ത, കേൾക്കാത്ത, കാണാത്ത അവരെയാണോ തങ്ങൾ ആരാധിക്കുന്നത്? നിരന്തര പ്രബോധനം. ഏതിലാണ്? ദഅവത്തിലാണ്, ദീനീ മേഖലയിലാണ് അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രബോധനം ഉണ്ടായി എന്നാണ്. സഹോദരന്മാരെ, എന്നിട്ടും എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പ്രബോധന ശൈലി നമുക്ക് പറഞ്ഞു തന്നത്? അദ്ദേഹത്തിന് അപ്പുറം മറ്റൊരു പ്രബോധന രീതി ഉണ്ടായിരുന്നെങ്കിൽ, തൗഹീദിലല്ലാത്ത ക്ഷണിക്കൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിലെ പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക്, ഭരണകൂടത്തിന്റെ ഭീകരതകൾക്ക്, അതിനു വേണ്ടിയിട്ടാണ് നിരന്തരം അദ്ദേഹം പ്രവർത്തിച്ചതെങ്കിൽ അതായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത്. കാരണം അക്കാലത്തുണ്ടായിരുന്ന ഭരണകൂടം എന്നൊക്കെ പറയുന്നത് ഏത് തരത്തിലാണ്? നിയമം അതികർശനമായ, കാർക്കശ്യമായ നിയമവ്യവസ്ഥയുള്ള കാലഘട്ടമാണ്. എന്നിട്ടും അദ്ദേഹം അത്തരത്തിൽ അവർ ഇറങ്ങിപ്പുറപ്പെട്ടില്ല, മറിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടിട്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിൽ നിരന്തനായി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമയ്യർകും മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിയ നഫ്സ. സ്വയം വിഡ്ഢിയായ മനുഷ്യനല്ലാതെ, സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ മറ്റാർക്കാണ് ഇബ്രാഹിമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കാൻ വേണ്ടി സാധിക്കുക? നിരന്തരം അള്ളാഹുവിലേക്ക് അദ്ദേഹം ക്ഷണിച്ചുകൊണ്ടിരുന്നു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുമായി സംസാരിച്ച മഹാനായ പ്രവാചകനാണ്. അങ്ങേയറ്റത്തെ ശക്തവാനായിരുന്നു എന്നാണ് അദ്ദേഹം, വിശ്വസ്തനുമായിരുന്നു. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നത് എവിടെയാണ്? ദിവ്യത്വവാദിയായ വലിയ താകൂത്തുമായ ഫിറഔന്റെ കൊട്ടാരത്തിലായിരുന്നു. അവിടെ നടക്കുന്ന അധർമ്മത്തിന്റെയും കുഫറിന്റെയും അക്രമത്തിന്റെയും മർദ്ദനത്തിന്റെയും മുഴുവൻ നിറങ്ങളും നേരിട്ട് കണ്ടറിഞ്ഞ് വളർന്നു വന്ന പ്രവാചകൻ. അടിമത്തം, അടിച്ചമർത്തൽ, സ്ത്രീകളെ ബാക്കിയാക്കി മുഴുവനും ആൺമക്കളെയും കൊല്ലൽ, സ്ത്രീകളെ വേണ്ടതിനൊക്കെ ഉപയോഗിക്കൽ തുടങ്ങി സ്വന്തം സമുദായമായ ഇസ്രായേൽ അനുഭവിക്കുന്ന കൊടും ചെയ്തികൾ അങ്ങേയറ്റം കണ്ടു വളർന്ന പ്രവാചകൻ. എല്ലാ മനുഷ്യവർഗം അനുഭവിച്ചതിൽ ഏറ്റവും മൃഗീയമായ പീഡനങ്ങൾ അനുഭവിപ്പിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള പ്രവാചകൻ. ആ പ്രവാചകൻ അന്നത്തെ ഭരണാധികാരികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഫിർഔൻ നാട്ടിൽ ഔന്നത്യം നടിച്ചു. വജല അഹ്ലഹാ ഷിയൻ യസ്തളൈഫു ത്വായിഫത മിൻഹും, അവിടുത്തെ ആൾക്കാരെ വ്യത്യസ്ത കക്ഷികളാക്കി മാറ്റി, അവരിൽ ഒരു വിഭാഗത്തെ ദുർബലരാക്കി. യുസബ്ബിഹു അബ്നാഹും വയസ്തഈ നിസാഹും, അതിൽപ്പെട്ട ആൺകുട്ടികളെ മുഴുവൻ അവൻ ബന്ധിച്ചു കളഞ്ഞു, സ്ത്രീകളെ ബന്ദികളാക്കി. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ അക്രമികാരികളിൽപ്പെട്ടവരാണ്. അങ്ങേറ്റത്തെ കുടുംബാതകമാണ് ഫിറഔൻ ചെയ്ത് ഖുർആൻ പറയുന്നത്. സഹോദരന്മാരെ, എന്നിട്ടും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യം ഖുർആൻ എടുത്ത് കാണിച്ചത് എന്താണെന്നറിയോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുപ്പ് പറഞ്ഞു, വാന അഖ്തർതുക വസ്തമി ലിമാ യൂഹ, ഞാൻ താങ്കളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, താങ്കളത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നനി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി, ഞാനല്ലാത്ത വേറൊരു ഇലാഹില്ല, എന്നെയാണ് ആരാധിക്കേണ്ടത്. വഖിമിസ്സലാത്തിൽ സിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തണം, എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തണം. പ്രവാചകത്വത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തതാണ് തൗഹീദ്. വ്യക്തിപരമായി അത് ഏറ്റെടുക്കാൻ വേണ്ടി കൽപ്പിച്ചു.
ഇനി ഈ സന്ദർഭം പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൽപ്പിക്കുന്നത്. എന്താ പറഞ്ഞത്? ഫിർഔന്റെ അടുത്തേക്ക് പോവുക, അവൻ അങ്ങേയറ്റത്തെ അക്രമിയായിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കുക, നീ ശുദ്ധീകരിക്കാൻ തയ്യാറാണോ? നീ തസ്കിയത്തിലേക്ക് വരാൻ, സംസ്കരിക്കപ്പെടാൻ നീ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് നേർമാർഗം കാണിച്ചു തരാം, സന്മാർഗം കാണിച്ചു തരാം. അപ്പൊ ഫിറോൻ ചോദിച്ചു, മൂസ, നിങ്ങൾ രണ്ടാളി റബ്ബാരാണ്. നമ്മുടെ റബ്ബ് എന്ന് പറയുന്നത് സകല വസ്തുക്കൾക്കും സന്മാർഗം നൽകുകയും നമ്മളെ സൃഷ്ടിക്കുകയും എന്നിട്ട് നമ്മളെ പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ റബ്ബ്. അപ്പൊ ഫിറോൻ ചോദിച്ചു, നമ്മുടെ പൂർവികരുടെ അവസ്ഥ എന്താണ്? പൂർവികരുടെ അവസ്ഥ മുഴുവനും അല്ലാഹുവിന്റെ കിതാബിലുണ്ട്. അതിൽ നിന്ന് അവൻ ഏതെങ്കിലും തരത്തിൽ വിട്ടു ഒഴിഞ്ഞു പോവുകയോ അവൻ മറന്നു പോവുകയോ ചെയ്യുകയില്ല. പക്ഷെ അധികാരി അംഗീകരിച്ചില്ല. തന്റെ പ്രവാചകത്തിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടുതൽ തെളിവുകൾ സമർപ്പിച്ചു, കാര്യമുണ്ടായില്ല. ആ അക്രമി കൂടുതൽ അതിക്രമിയായി. അവൻ ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടി എന്നിട്ട് പറഞ്ഞു, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ ഉണ്ടായി. എന്താണ്? യഹ്ലോകത്തിന്റെ പരലോകത്തിന്റെ ശിക്ഷയായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പിടികൂടിയെന്നാണ്. സഹോദരന്മാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം എന്താണ്? മഹാന്മാരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ നാട്ടിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും കൊടിയ പാതകികളായ അക്രമികൾ ഭരണാധികാരിയായി ഉണ്ടായിരുന്നപ്പോഴും അവർ ഏറ്റെടുത്ത പരമപ്രധാനമായ ദൗത്യം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണിക്കലാണ്, അള്ളാഹുവിന്റെ മാർഗം പറഞ്ഞു കൊടുക്കലാണ്, അവർക്ക് അർക്കപ്പെട്ട കിതാബ് പരിചയപ്പെടുത്തലാണ്, പ്രവാചകനായ അവരെ അനുസരിക്കാൻ വേണ്ടി അവരോട് പറയലാണ്. ഈ പണി നിരന്തരം അവർ മുഴങ്ങിയപ്പോൾ അവരുടെ ജോലിയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നു. എന്തിനു വേണ്ടി പറഞ്ഞു തന്നു? നമുക്കതിൽ പാഠമുള്ളവരാകാൻ വേണ്ടി, നമ്മുടെ ദൗത്യമായി നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, പ്രവാചകന്മാരുടെ മാർഗങ്ങൾ വളരെ ശക്തമായി പഠിക്കുകയും അതിൻ്റെ ഒരു വാഹകരായി തീരാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ ഏർപ്പെടുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി 3 കാര്യങ്ങളാണ് ഊന്നി പറഞ്ഞിട്ടുള്ളത്. ഒന്ന് തൗഹീദാണ്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഖുർആന്റെ ഏത് ആയത്തുകളിലും തൗഹീദിന്റെ അംശങ്ങളുണ്ടാവും. പരലോകത്തെ പറ്റി പറഞ്ഞാലും നരകത്തെ പറ്റി പറഞ്ഞാലും സ്വർഗത്തെ പറ്റി പറഞ്ഞാലൊക്കെ അതിലൊക്കെ തൗഹീദ് ഉണ്ടാവും. ഖുർആന്റെ 3-1 തൗഹീദാണ്. പിന്നെ ഖുർആൻ നമ്മോട് സംസാരിച്ചിട്ടുള്ളത് പ്രവാചകന്മാരെ പറ്റിയിട്ടാണ്. പ്രവാചകന്മാർ വന്നത്, അവർ ചെയ്തത്, അവരുടെ പ്രവർത്തനം എന്തായിരുന്നു, അവരുടെ പരിശ്രമം എന്തായിരുന്നു, അവരുടെ ജോലി എന്താണ്, അവരുടെ ഡ്യൂട്ടി എന്താണ്, അവരനുഭവിച്ച ത്യാഗം എന്താണ്, അവരെന്തായിരുന്നു ജനങ്ങളോട് പറഞ്ഞത്, പ്രതികരണം എന്തായിരുന്നു, ഭരണാധികാരികളുടെ പ്രതികരണം എന്തായിരുന്നു, ഇതൊക്കെയാണ് ഖുർആൻ പറയുന്നത്. പിന്നെ പറയുന്നത് ആഖിറത്തിനെ കുറിച്ചാണ്, പരലോകത്തെ പറ്റി, ശിക്ഷകളെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്. ഇതാണ് ഖുർആന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഖുർആനിൽ എങ്ങനെ നിസ്കരിക്കണം എന്ന് കാണൂല, എങ്ങനെ റുക്കൂ ചെയ്യണമെന്ന് കാണും. റുക്കുവിനെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, സുജൂദിനെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരാൾ ഖുർആൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നോക്കിയിട്ട് എങ്ങനെ റുക്കൂ ചെയ്യണം, എങ്ങനെ എന്നുള്ള രൂപം ഖുർആനിൽ കാണൂല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിട്ടാണ്. ഇപ്പം ഹജ്ജിന് പോയിട്ട് ഒരാൾ ഖുർആനും അങ്ങോട്ടും ഇങ്ങോട്ടും പരിശോധിച്ചിട്ട് ഹജ്ജ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാൽ ഖുർആൻ നോക്കിയാൽ ഹജ്ജ് കിട്ടൂല. ഹജ്ജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എങ്ങനെ കിട്ടും? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താ കിട്ടുക, ഖുർആൻ കിട്ടില്ല. അപ്പോൾ പ്രവാചകന്മാർ ചെയ്ത പണി എന്താണ്, അവർ ജോലി എന്താണ്, അത് നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ആ ഡ്യൂട്ടിയുടെ ഭാഗമാണോ എൻ്റെ ജീവിതം? ആ ജോലിയിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മളാളുള്ളൊരു പരിശ്രമം ആ രൂപത്തിൽ നമ്മൾ എന്തെങ്കിലും രൂപത്തിൽ നടത്തുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകനാണ്, സമ്പൂർണ്ണ മതത്തിൻ്റെ അവസാന പ്രവാചകനാണ്, ലോകർക്ക് കാരുണ്യമായിട്ടാണ്, താക്കീതുകാരനായിട്ടാണ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം പ്രബോധനം ചെയ്യുന്ന മഹാനായ പ്രവാചകനാണ്. ഏതൊരു നന്മയുണ്ടോ അത് ഈ സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതിരുന്നിട്ടില്ല. എന്തൊരു തിന്മയുണ്ടോ അതിനെക്കുറിച്ച് താക്കീത് നൽകാതിരുന്നിട്ടുമില്ല. ഇപ്പൊ ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ ഏത് കാര്യമാണ് ആദ്യം പറയേണ്ടത്, എവിടുന്ന് തുടങ്ങണം? മുഴുവൻ നബിമാരും തുടങ്ങിയെടുത്ത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയത്.
അജാലയാലിയത്തിൽ ഇലാഹൻ വാഹിദ. അതുകൊണ്ട് അവർ പ്രതികരിച്ചു, നമ്മുടെ എല്ലാ ആരാധ്യന്മാരെയും താങ്കൾ ഒന്നാക്കിയാണ്. നമുക്ക് കുറേ ആരാധ്യന്മാരുണ്ട്, ലാത്തയുണ്ട്, ഉസ്സുണ്ട്, മനാത്തുണ്ട്, ഇബ്രാഹിം ഉണ്ട്, ഇസ്മായിൽ ഉണ്ട്, ഇങ്ങനെ കുറേ ഉണ്ട്. അവരെല്ലാം താങ്കൾ ഒന്നാക്കിയാണ്. ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. നിങ്ങൾ ദർഗകളിലും ജാറകളിലും മക്കാമുകളിലും അവിടെയും ഇവിടെയും പോണ്ടെന്നാ പറയുന്നത്, അല്ലാതെ മാത്രം വിളിച്ചെന്നാ പറയുന്നത്. ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. നമുക്ക് ഒരുപാട് ആരാധ്യന്മാരുണ്ട്, ഒരുപാട് ബിംബങ്ങളുണ്ട്. അള്ളാന്റെ വിഗ്രഹം നമ്മുടെ അടുത്തില്ല, പക്ഷേ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കുറെ മഹാന്മാരുടെ വിഗ്രഹങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. ഇതൊന്നും വേണ്ടെന്ന് പറയുന്നത്. നീണ്ട 13 വർഷം മക്കാ ജീവിതം മുഴുവനും ഈ മഹത്തായ സന്ദേശ പ്രചരണമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. നമുക്കറിയാം, നിസ്കാരം നിർബന്ധമായത് 10ാമത്തെ കൊല്ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയിട്ട് 10ാമത്തെ കൊല്ലാണ് നിസ്കാരം നിർബന്ധമായത്. അതുവരെ നിരന്തരം നടത്തിക്കൊണ്ടിരുന്ന പരിപാടി എന്താ? തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കലാണ്. മറ്റു ശരീഅത്ത് നിയമങ്ങളൊന്നുമില്ല. ആകെയുള്ള നിയമങ്ങൾ കുടുംബബന്ധം ചേർക്ക, ഇങ്ങനെയുള്ള നിയമങ്ങൾ മാത്രമാണ്. മറ്റൊരു നിയമങ്ങളുമില്ല. ഒരേ പഠിപ്പിക്കൽ. എന്താ പഠിപ്പിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നെ അനുസരിക്കുക, പഠിപ്പിക്കുക നിരന്തരമാണ്. ഖുർആൻ പറയുന്നുണ്ട്, ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖി ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ അലാ ലില്ലാഹിൽ ദീനുൽ ഖാലിസ് والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനമായി ഖുർആൻ പറയാണ്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അതെ, ദീൻ എന്ന് പറയുന്നത് ഇഖ്ലാസ് ആക്കിക്കൊണ്ടാണ്, നിഷ്കളങ്കമാക്കിക്കൊണ്ടാണ്, ഏകത്വം കൊണ്ട്, ഒരു വക്രത ഇല്ലാതെയാണ്. വല്ലദീന തഖദൂ മിൻ ദൂനി ഔലിയ, അല്ലാഹുവിന്റെ പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ, അല്ലാഹുവിന്റെ പുറമെ വലിയകളെ സ്വീകരിച്ചവർ. എന്താണ്? അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ സ്വീകരിച്ചെന്ന് പറയും. ലാത്തനെയും മുസ്സനെയും ഇബ്രാഹിം നബിയൊക്കെ നമ്മൾ സ്വീകരിച്ചതിനാണ് അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. അതേ, കളവ് പറയുന്നവരെയും നിഷേധികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗ്ഗത്തിലാക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനമായിട്ട് പറയുന്ന, യാ അയ്യുഹന്നാസ് അബ്ദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ നിങ്ങൾ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ മുൻഗാമികളെയും സൃഷ്ടിച്ച, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി. അപ്പൊ നിരന്തരം പ്രബോധനമാണ്. അഥവാ നമുക്ക് അംർ ഇബ്നു അബസ റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ മക്കയിൽ എന്തോ ഒരു ആള് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു അദ്ദേഹം. ആരാണ്? അംർ ഇബ്നു അബസ പറയാണ്, സെൽമി പറയാണ്, മക്കയിൽ എന്തോ ഒരാൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, എന്തോ ഇങ്ങനെ കിശിക്കുന്നുണ്ട്, ദീനി പ്രബോധനം നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞു. അത് പിന്നീട് പറയാൻ അദ്ദേഹം നേരെ മക്കയിലേക്ക് പോയി, പാത്തും പതുങ്ങിയിട്ട് പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സൂക്ഷ്മതയോട് അന്വേഷിച്ച് കണ്ടെത്തിയേക്കും ആകെ ഉണ്ടാക്കുന്ന 2 ആളാണ്. റസൂലിനോട് ചോദിക്കുന്നത്, നിങ്ങളെ കൂട്ടത്ത് ആരാ ഉള്ളത്? അപ്പോൾ എൻ്റെ അടുത്ത് 2 ആളാ ഉള്ളത്. ഒരു ഹുറുണ്ട്, ഒരു അബ്ദുണ്ട്, ഒരു അടിമയുണ്ട്, ഒരു സ്വതന്ത്രനുണ്ട്. അടിമ എന്ന് പറഞ്ഞാൽ ബിലാൽ, സ്വതന്ത്രൻ എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്താണ് നിങ്ങളുടെ ഡ്യൂട്ടി? എന്താ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പം പറഞ്ഞു, ബിസിലത്തിൽ അർഹാം, കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി ഞാൻ പറയുന്നുണ്ട്. വകസ്രിൽ ഔസാൻ, പ്രതിമകൾ തകർക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അല്ലാഹുവിനെ ഏകനാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ലാ യുശ്രികു ബി ഷൈഅ, ലാ യുശ്രികു ബി ഷൈഅ, അവനിൽ ഒരൊന്നും പങ്കു ചേർക്കരുത്, ഒരു തരത്തിലും പങ്കു ചേർക്കരുത്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? നിങ്ങളുടെ കൂടെ ആരുണ്ട്? എൻ്റെ കൂടെ കൂടുതൽ പേരൊന്നുമില്ല, 2 ആൾ മാത്രമേ ഉള്ളൂ. ആരാണ്? ഒരു അടിമയുണ്ട്, അടിമ, ഒരു സ്വതന്ത്രനുണ്ട്, അബൂബക്കറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തുടങ്ങിയത്, തൗഹീദ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അത് നിരന്തരം പ്രബോധനം ചെയ്തു. സഹോദരന്മാരെ, നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ദഅവത്ത് പറയാൻ പേടിയാണിപ്പോ. ഇപ്പൊ പള്ളിയുടെ മിമ്പറിൽ പോലും ഭാര്യന്റെ സ്നേഹം, ഭർത്താവിന്റെ സ്നേഹം, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന വാക്കുകൾ, തൗഹീദ്, സമൂഹത്തിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അവനെ ഏകനാക്കുന്ന കാര്യങ്ങൾ, ശിർക്കിനെതിരെ ശ്രദ്ധിക്കുക, ഇതൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്?
എന്തൊക്കെയുണ്ടോ അത് പറയുന്നതായി എല്ലാ മേഖലകളിലും കഴിവിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വാരിപ്പിറന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ദഅവത്ത് നിർത്തിവെച്ചാൽ അവന്റെ കഠിനമായ ശിക്ഷയെ നമ്മൾ ഭയക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ സകലരെയും ഇറക്കിയിട്ട് ഈ സമൂഹത്തെ ഏകദൈവ വിശ്വാസത്തിലേക്ക് സാക്ഷീകരിക്കാൻ വേണ്ടി പണിയെടുത്ത പണി നമ്മൾ മതിയാക്കിയാൽ ഇസ്ലാമിന്റെ ഇസ്സത്ത് തന്നെ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുവിന്റെ ശിക്ഷയെ ഞങ്ങൾ ഭയക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ള ജോലികളുണ്ട്. ജോലി എന്തെന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ ചെയ്തു വെച്ച പണി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. കുടുംബത്തിൽ പറയാം, സമൂഹത്തിൽ പറയാം, രഹസ്യമായി പറയാം. നൂഹ് നബിയെ പറ്റി പറഞ്ഞില്ലേ, പരസ്യമായി പറയാനെടുത്ത് പരസ്യമായി പറയാം. ഒരു പെങ്ങളുടെ വീട്ടിൽ പോകുന്നു, അവിടെ കാണുന്ന നേർച്ച, ഏതെങ്കിലും വലിയന്റെ പേരിൽ ഒരു നേർച്ച പറയാം, ഇത് ചെയ്യാൻ വേണ്ടി പാടുന്നതല്ല. ഒരു കല്യാണം വരുന്നു, അവിടെ ഡാൻസും തന്ത്രക്കളികളും മറ്റൊക്കെ കാണുന്നു, പറയാം ഇത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള അനാചാരമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പങ്കെടുക്കില്ല, മുൻകൂട്ടി പറയാം. സമൂഹത്തിൽ ഉണ്ടാകുന്ന ശിർക്കൻ വിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പ്രതികരിക്കുന്ന സംസാരിക്കുന്നവരായി തീരാൻ വേണ്ടി നമ്മൾ പണിയെടുത്താൽ സഹോദരന്മാരെ, ഈ ദുനിയാവിൽ ജീവിക്കുന്ന 20, 30, 40, 50, 60 വർഷം നമുക്ക് ശേഷിപ്പുകാരെ അവശേഷിപ്പിച്ചുകൊണ്ട് മണ്ണിന്റെ അടിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. ഒരാളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ അയാൾ ചെയ്യുന്ന എല്ലാ സൽപ്രവർത്തനത്തിന്റെയും പ്രതിഫലം നമുക്ക് കിട്ടും. അയാൾ ചെയ്യുന്ന തിന്മ നമുക്ക് ബാധകമല്ല. അയാൾ വേറെ ആർക്കാണോ പഠിപ്പിച്ചു കൊടുത്തത് അവർ ചെയ്യുന്ന സൽപ്രവർത്തനത്തിന്റെയും പ്രതിഫലം നമുക്ക് കിട്ടുമെന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു ദായിയാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരുടെ നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, ഖുർആൻ പഠിക്കുക, ഖുർആന്റെ അർത്ഥങ്ങൾ പഠിക്കുക. എന്തിനാണ് പ്രവാചകന്മാർ വന്നത് പഠിക്കുക, തൗഹീദിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക, എന്തൊക്കെയാണ് ശിർക്കിൽ വരുന്ന വിശ്വാസങ്ങൾ ഇനങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക. ഒപ്പം നമ്മുടെ വിശ്വാസവും നമ്മുടെ സംസ്കാരവും നമ്മുടെ സ്വഭാവവും നന്നാക്കി തീർക്കുക. മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും കൊടുക്കാനുള്ള അവകാശങ്ങളൊക്കെ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു തീർക്കാൻ വേണ്ടി, കൊടുത്തു വീട്ടുവാൻ വേണ്ടി വെമ്പൽ കാണിക്കുക. നമ്മുടെ സ്വഭാവങ്ങൾ ഏറ്റവും നല്ല രീതിയിലാക്കുക. സംഗീതം, സിനിമ, മ്യൂസിക്, അതുപോലെ ടെലിഫോണിൻ്റെ അഡിക്ഷൻ, അമിതമായ ഏത് സമയത്തും ടെലിഫോൺ ആശ്രയിച്ച് കഴിയുക, ടെലിഫോൺ നോക്കിക്കൊണ്ട് നമ്മുടെ സമയം കൊള്ളുന്ന അവസ്ഥ ഉണ്ടാക്കുക. അതിൽ നിന്നൊക്കെ വിട്ടേഞ്ഞു കൊണ്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാ രോഗങ്ങൾ, എപ്പോഴും വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവക്ഷമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, ICUയിലൊക്കെ പോയി വെന്റിലേറ്ററിൽ അടിമപ്പെട്ട് അതിനെ ആശ്രയിച്ച് അങ്ങനെ മരിക്കേണ്ടി വരുന്ന ദുര്യോഗകരമായ അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, അള്ളാഹുവേ എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അള്ളാഹുവേ, നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യം ഒപ്പം ഹിദായത്തും പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്തുമായി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അള്ളാഹുവേ, ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം നമ്മുടെ അന്ത്യസമയമാക്കുകയും നിസ്കരിക്കുന്നവരായ രീതിയിൽ അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റി തീർക്കണമേ. അള്ളാഹുവേ, നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും നീ ഒരു കൺകുൾമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുൾമ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, നമുക്ക് മുമ്പ് മരിച്ചുപോയ മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പുറത്തു കൊടുക്കണമേ. അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. നമ്മൾ ജീവിച്ചിരിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ ഇസ്തിഖാമത്തും ഇഖ്ലാസും പ്രദാനം ചെയ്യണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.